യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് കർത്താവിനെ പ്രഘോഷിച്ചിട്ട് കർത്താവിന് സാക്ഷ്യം വഹിച്ചിട്ട് മനുഷ്യർ ഏതെല്ലാം വിധത്തിലുള്ള ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും നൊമ്പരങ്ങളും തന്നാലും അതിലൂടെ അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് കരുതുന്ന ആ വ്യക്തികളുടെ മുമ്പിലാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാനും സ്വന്തമാക്കാനും തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയണം സഹോദരങ്ങളെ. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിരവധി ദുഃഖവിളികൾ ഉണ്ടാകാം. രോഗത്തിൻ്റെ, തകർച്ചയുടെ, കുറ്റപ്പെടുത്തലിൻ്റെ, ആരോപണങ്ങളുടെ, കടബാധ്യതകളുടെ, വേർപാടിൻ്റെ. ആരും ഈ ദുഃഖവെള്ളികളിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കരുത്. ഒന്നും അവസാനിച്ചിട്ടില്ല. ഓരോ ദുഃഖവെള്ളിക്കും അപ്പുറം ഉയർപ്പിൻ്റെ ഒരനുഭവം നമ്മെ കാത്തിരിപ്പുണ്ട്. ഈ ഉയർപ്പിൻ്റെ പ്രത്യാശ, ആനന്ദം നാം അനുഭവിക്കണം. സഹനം, രോഗം, വേർപാട്, കുറ്റപ്പെടുത്തൽ, കടബാധ്യത, നിന്ദാപമാനങ്ങൾ, ഇങ്ങനെയുള്ള ദുഃഖ വെള്ളിയാഴ്ചകൾക്കപ്പുറം ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് കർത്താവിലുള്ള ഉയർപ്പ്. ഈ പ്രത്യാശയിലാണ് നാം ജീവിക്കേണ്ടത് സഹോദരങ്ങളെ. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച പൗലോസും സീലോസും ഉദ്ധിതനായ കർത്താവിനെ തങ്ങളുടെ ജീവിതത്തിലൂടെ പ്രഘോഷിച്ചു. അവരുടെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന ചങ്ങലകളും ബന്ധനങ്ങളും അവർ കർത്താവിനെ സ്തുതിച്ചപ്പോൾ, കർത്താവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ അത് താനെ അഴിഞ്ഞു വീഴുകയും ജയിലിൻ്റെ വാതിലുകൾ താനെ തുറക്കപ്പെടുകയും ചെയ്തു. അവർ ദൈവത്തെ, കർത്താവിനെ ഉദ്ഘോഷിച്ച് പാടിയപ്പോൾ ജയിലിന് പുറത്ത് കാവൽ നിന്നവർ ചോദിച്ചു, സഹോദരങ്ങളെ, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പൗലോസും സീലാസും മറുപടി പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിച്ചേറ്റ് പറഞ്ഞാൽ ഞാനും നിങ്ങളും സഹോദരങ്ങളെ, നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുക, നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്നും നമ്മളെ ജീവനോടെ ബാക്കി വെച്ച കർത്താവിന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് നന്ദി പറയാം. നമ്മൾ ഏതൊരവസ്ഥയിലും കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ സൗഖ്യപ്പെടുത്തും. കർത്താവ് നമുക്ക് താങ്ങാവും. നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകാനുള്ള കൃപാവരങ്ങൾ കർത്താവ് നൽകി അനുഗ്രഹിക്കും. എല്ലാ വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നാം ചിന്തിക്കണം, കർത്താവിന് എന്നെക്കൊണ്ട് ഒരു കാര്യം ചെയ്യാനുണ്ട്. അതൊരു മഹത്തായ കാര്യമാണ്. അത് നാശത്തിനുള്ള പദ്ധതിയല്ല, നമ്മുടെ മാത്രം വിശദീകരണത്തിനുള്ള പദ്ധതിയല്ല, നമ്മുടെ കൂടെയുള്ളവരുടെയും വിശദീകരണത്തിനുള്ള പദ്ധതിയാണ്. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക്. നമ്മുടെ കൂടെയുള്ളവരെയും കൂട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.